MP ആക്കി കഴിഞ്ഞാൽ ഒരു റോഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇമാതിരി പൂന്ന് പറഞ്ഞു തീർന്നിട്ടില്ല. അതിൻ്റെ മുന്നേ പൂവൊക്കെ ആയിട്ട് ആരും വരുന്നുണ്ടല്ലോ. പൂക്കളൊക്കെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. കൊള്ളാം, അടിപൊളി. ശരിക്കും ഈ പൂ കയ്യിൽ പിടിച്ച് നടക്കാനല്ല, നിങ്ങൾ ചെവിയിൽ ചീറണം. പൊളിച്ചിട്ടാണ് ഇദ്ദേഹം MP ആയതെങ്കിൽ കൂടെ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള പരിധി എന്ന് പറയുന്നത് 15 കോടിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവദിച്ച തുക 7.5 കോടി രൂപയാണ്. അതിൽ നിന്ന് അദ്ദേഹം ആകെ ചിലവഴിച്ച തുക എന്ന് പറയുന്നത് 2,48,00,000 രൂപയാണ്. ഈ 2,48,00,000 രൂപ എന്ന് പറയുന്നത് തൃശ്ശൂർ മാർക്കറ്റിൽ ഒരു കോഴിക്കോട് പണിതത് അടക്കം, അതായത് 1 കോടി 1.5 കോടിയോ മുടക്കിയിട്ട് നമ്മളെ ചെമ്പു ഗോപി അണ്ണന് എന്തൊക്കെ ഒരു തകരാറാണ്, മാനസിക വിഭ്രാന്തിയാണോ എന്നുള്ളത് പല ആളുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. മൂപ്പരിങ്ങനെ ഊണിനും ഉറക്കത്തിലും തൃശ്ശൂർ എനിക്ക് വേണം, തൃശ്ശൂർ എനിക്ക് വേണം, തൃശ്ശൂർ എനിക്ക് തരൂ, തൃശ്ശൂർ എനിക്ക് തന്നാൽ ഞാൻ മല മറിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂപ്പര് ഇടയ്ക്ക് മൂപ്പര് പറയും മൂപ്പർക്ക് കണ്ണൂർ മതിയെന്ന്. കണ്ണൂർ തരും എനിക്ക്, ഞാൻ തയ്യാറാണ്. അങ്ങനെ മൂപ്പര് ഇനിയിപ്പോൾ കണ്ണൂർ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് മൂപ്പര് പറയും എനിക്ക് തൃശ്ശൂർ തന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എനിക്ക് കേരളം മുഴുവൻ തരണം എന്ന് പറയും. എന്തൊക്കെ ഒരു തകരാറാണ് മൂപ്പർക്ക്. മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിന്റെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വേർഷനാണ് ഇത് എന്ന് പല ആളുകളും സംശയിക്കുന്നുണ്ട്. എന്തായാലും മൂപ്പര് പറയുന്ന കാര്യങ്ങൾ നമുക്കിത് കേട്ടു നോക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഏർപ്പാട് എനിക്കില്ല. എന്റെ പൊന്ന് ചെമ്പണ്ണ, അഥവാ ചെമ്പണ്ണം പറയാണ് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല കേരള ജനത എന്ന് പറയുന്നത്. പെട്രോളിന് 50 രൂപയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള, രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള, നോട്ട് നിരോധനം കള്ളപ്പണം പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ ജനങ്ങളെ പറ്റിച്ചിട്ടുള്ള ഒരു ഭരണകക്ഷിയുടെ അടിമയാണ് താങ്കൾ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സാങ്കേതികമായിട്ട് 6 വർഷം രാജ്യസഭ ഫണ്ട് ഒരു MP-യുടെ ഫണ്ട് കൈകാര്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. എന്നാ പിന്നെ നമ്മളെ ചെമ്പു ഗോപി അണ്ണൻ 6 വർഷം MP ആയിട്ടിരുന്ന് MP ഫണ്ട് കൈകാര്യം ചെയ്തതിന്റെ പശ്ചാത്തലം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള കണക്കുകൾ സഹിതം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓട് പൊളിച്ചിട്ടാണ് ഇദ്ദേഹം MP ആയതെങ്കിൽ കൂടെ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള പരിധി എന്ന് പറയുന്നത് 15 കോടിയാണ്. 15 കോടി പരിധിയുള്ള സുരേഷ് ഗോപിയുടെ MP ഫണ്ടിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുവദിച്ച തുക 7.5 കോടി രൂപയാണ്. ആ 7.5 കോടി പലിശ സഹിതം 7,62,00,000 രൂപയാണ് ഈ കണക്കിൽ കാണിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം ആകെ ചിലവഴിച്ച തുക എന്ന് പറയുന്നത് 2,48,00,000 രൂപയാണ്. ഈ 2,48,00,000 രൂപ എന്ന് പറയുന്നത് തൃശ്ശൂർ മാർക്കറ്റിൽ ഒരു കോഴിക്കോട് പണിതത് അടക്കം, അതായത് 1 കോടി 1.5 കോടിയോ മുടക്കിയിട്ട് കോഴിക്കോട് പണിതത് അടക്കമുള്ള കണക്കാണ് 2.5 കോടി. വെറും 2.5 കോടി മാത്രമാണ് ഇദ്ദേഹം ചെലവഴിച്ചത്. 2,48,00,000, 2.5 കോടി പോലുമില്ല. 7.5 കോടി ഇദ്ദേഹത്തിന് സാങ്ഷൻ ആയതിൽ നിന്ന്. അങ്ങനെ 2,48,00,000 രൂപ തൻ്റെ MP ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച ഷിറ്റ് ഗോപി. ആ പൈസ എന്തിനു വേണ്ടി ചെലവഴിച്ചു, അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ പറഞ്ഞ 2,48,00,000 കൈകാര്യം ചെയ്തു എന്ന് പറയുന്നതാണ് വലിയ സംഭവമായിട്ട് മൂപ്പര് പറയുന്നത്. ഇവിടെ ഓരോ ചാരിറ്റി പ്രവർത്തകർ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ 2 കോടി 3 കോടിയൊക്കെ പുഷ്പം പോലെ വരുന്നുണ്ട് ഗോപിയേട്ടാ. ഈ 2.5 കോടി രൂപ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തൃശ്ശൂരിൽ ജയിപ്പിക്കേണ്ട അത്യാവശ്യമൊന്നും മലയാളികൾക്കില്ല, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് തീരെ ഇല്ല. 6 വർഷത്തോളം ഓട് പൊളിച്ചിട്ടാണെങ്കിലും MP ആയിട്ടിരുന്നിട്ടും 15 കോടിയോളം രൂപ ചെലവഴിക്കാമായിരുന്നിട്ടും 7.5 കോടിയോളം പാസ്സായിട്ടും വെറും 2,48,00,000 രൂപ മാത്രം ചെലവഴിച്ച, അത് എന്ത് ചെലവഴിച്ചോ നശിപ്പിച്ചോ എന്നുള്ളത് പഠിച്ചവനറിയാം. എന്തായാലും 1 കോടി 1.5 കോടി എങ്ങാണ്ട് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. അത് വേറെ. ബാക്കിയുള്ളത് എന്ത് ചെയ്തു ഏത് ചെയ്തു എന്നുള്ളത് മൂപ്പർക്കും ദൈവത്തിനും മാത്രം അറിയാം. അങ്ങനെയുള്ള മൂപ്പരാണ് പറയുന്നത് തൃശ്ശൂർ എനിക്ക് തരൂ, ഞാൻ അങ്ങോട്ട് മല മറിച്ച് തരാമെന്ന്. അതൊക്കെ പോട്ടെ, നിങ്ങൾ തൃശ്ശൂർ മല മറിക്കുന്നു വേണ്ട, നിങ്ങൾക്ക് മിനിമം ഒരു പഞ്ചായത്ത് റോഡെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുമോ ജയിപ്പിച്ചു കഴിഞ്ഞാൽ? ഒരു MP-ക്ക് ഈ റോഡ് ഒരു കാരണവശാലും പണിയാനുള്ള കാശ് കൊടുക്കാൻ ഒക്കത്തില്ല. പഞ്ചായത്ത് മെമ്പർമാർ പോലും തങ്ങളുടെ വാർഡിലേക്ക് റോഡും തോടും പാലവും കാര്യങ്ങളും തുടങ്ങിയിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇന്നത്തെ കാലത്ത് ഷിറ്റ് ഗോപി അണ്ണന് തൃശ്ശൂർ കൊടുത്താലും മൂപ്പരെ കൊണ്ട് ഒരു ഒലക്കുകയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മൂപ്പര് പച്ചക്ക് ജനങ്ങളോട് തുറന്നു പറയുന്നത്. ഓട് പൊളിച്ച് MP ആയതുകൊണ്ടോ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ശീലമില്ലാത്തത് കൊണ്ടോ ഒരു പൊതുപ്രവർത്തനം നടത്തിയിട്ട് ശീലമില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. മൂപ്പർക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഒരു ജനപ്രതിനിധിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത് മൂപ്പർക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ കൂടെ അറിയാവുന്നത് ഷോ ഓഫ് കാണിക്കാനും തള്ളിമറിക്കാനും ചാരിറ്റി ചെയ്തു എന്ന് വരുത്തി തീർക്കാനും ഒക്കെയുള്ള ഒരു പരാക്രമമാണ് മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഈ ചിറ്റേട്ട MP ആയാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? തൃശ്ശൂർക്കാർക്ക് പാവല്ലേ തൃശ്ശൂർക്കാർ തൃശ്ശൂർക്കാട്ട് തലയിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തൂടെ? ഇത് ചെയ്യാം. ഇങ്ങനെയുള്ള ജനങ്ങളുടെ വ്യാകുലത അടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാൽ ചെയ്യാം. വ്യാകുലത അറിയിക്കേണ്ടത് എവിടെയാണെന്ന് കൂടെ ഒന്ന് ഒഴിഞ്ഞാലും മുൻപ് പറഞ്ഞ പോലെ BJP ജില്ലാ ഓഫീസിൽ പോയിട്ട് ആളുകൾ പോയിട്ട് ജില്ലാ പ്രസിഡന്റിന്റെ കാല് പിടിച്ചിട്ട് വ്യാകുലത അറിയിച്ചിട്ട് വേണോ അത് ചെയ്യാൻ? അപ്പോൾ MP ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വ്യാകുലത അറിയിച്ചു കഴിഞ്ഞാൽ സംഭവം ചെയ്യൂലേ? ഉറപ്പല്ല അത്? അതിന് നിങ്ങൾ കേരള ഭരണം ഞങ്ങളെ ഏൽപ്പിക്കണം. നമിച്ചു ഗോപിയേട്ടാ, നമിച്ചു.
അതായത് ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഇയാൾക്ക് കേരളത്തിന്റെ ഭരണം കൊടുക്കണം എന്നാ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ആളാണ് തൃശ്ശൂർ എടുത്തിട്ട് അവിടെ മല മറിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നത്. വല്ലാത്ത കഥ തന്നെ. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ 2026 ചിലപ്പം ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതിന് മുമ്പ് തന്നെ അത് സംഭവിക്കും. അല്ല, ഇപ്പൊ തന്നെ കേരളം കൂടെ എടുത്തുതരാം. അവിടെ വെച്ചേക്ക്, അവിടെ നിന്നോട്ടെ. കേരളം ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്നോട്ടെ. കാരണം കേന്ദ്ര ഭരണത്തിന്റെ അടങ്ങേറ് തന്നെ സഹിക്കാൻ വയ്യ. പെട്രോളിനും ഡീസലിനും ഗ്യാസിനും എന്ന് വേണ്ട സകലമാന സാധനങ്ങൾക്കും നിങ്ങൾ വില കൂട്ടി ജനങ്ങളുടെ കീശയിൽ കൈയിട്ട് വാരുന്ന ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇനി കേരളത്തിന്റെ ഭരണം കൂടെ തരാം. ആഗ്രഹത്തിനൊക്കെ ഒരു പരിധിയില്ലേ ഗോപിയേട്ടാ? ഇങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കത്തിക്കേറി പോണ്. വല്ലാത്ത ജാതി സാധനം തന്നെ. ഇതിന് കാര്യമായിട്ട് എന്തോ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ നടത്തിക്കോളൂ. അതിന്റെ ആദ്യ പടിയാണത്. ഇത് ആദ്യ പടിയൊന്നുമല്ല, ഇത് നല്ലോണം മൂത്തുക്കണ്. ഇത് അങ്ങ് പോയിക്കണ്. ഇത് സാധനം കൈവിട്ട് പോയിട്ടുണ്ട്. ഇത് നിയന്ത്രണത്തിലൊന്നും നിൽക്കുന്ന ഒരു രീതിയല്ല ഞാൻ കാണുന്നത്. ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. MP ആക്കി കഴിഞ്ഞാൽ ഒരു റോഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇമാതിരി പൂന്ന് പറഞ്ഞു തീർന്നിട്ടില്ല. അതിൻ്റെ മുന്നേ പൂവൊക്കെ ആയിട്ട് ആരും വരുന്നുണ്ടല്ലോ. പൂക്കളൊക്കെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. കൊള്ളാം, അടിപൊളി. ശരിക്കും ഈ പൂ കയ്യിൽ പിടിച്ച് നടക്കാനല്ല, നിങ്ങൾ ചെവിയിൽ ചീറണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സാധനം മാച്ചിങ് ആവുക. ചൊറിച്ചിൽ പണ്ടേ കുറച്ച് കൂടുതലാണ്. അത് മാറ്റാനുള്ള എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കണം ഗോപിയേട്ടാ. ഇങ്ങനെ ചാണകം തിന്ന് ചാണകത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ ചൊറിച്ചിൽ കൂടാനുള്ള പ്രധാന കാരണം. അല്ലാതെ അത് ചൊറിച്ചിൽ തന്നെ കേട്ടോ. എന്തൊക്കെ കാണണം. വല്ലാത്ത ജാതി പ്രഹസനം തന്നെ. എന്തായാലും ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം ചൂടായതിന് കാര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പ്രചരണത്തിൽ ചെന്നപ്പം ആരും ഇല്ല എന്നുള്ള പരാതി ഇപ്പോൾ സംഖ്യകളൊക്കെ കൂടെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. മുപ്പര് വരുമ്പോഴത്തേക്ക് വഴി നീളെ BJPന്റെ കൊടി കുത്തുക, പിന്നെ വരുന്ന വഴിയിലൊക്കെ പൂക്കളുമായിട്ട് ആളുകൾ, അതൊന്നും പറഞ്ഞ് ഏൽപ്പിച്ചതല്ല എന്നുള്ളത് ആരും പറയില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് നന്നായിട്ടുണ്ട്, വളരെ നല്ലതായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് പ്രഹസനത്തിന്റെ അങ്ങേ അറ്റം എന്ന് പറയുന്നത്. ഇത്രയും ഒരു അല്പന ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. ഇജ്ജാതി ഒരു അല്പന. എന്തായാലും നമുക്ക് ആ ഒരു രാജാവിന്റെ എഴുന്നള്ളിപ്പ് എന്തായാലും ഒന്ന് ഗംഭീരമാവണേ. രാജാവ് ചെന്ന് കയറുന്ന സമയത്തുള്ള ആ ഒരു സാധനം കൂടെ നമുക്കിത് കാണാം. എന്തായാലും പെണ്ണുങ്ങളൊക്കെ പൂ കൊടുക്കാൻ വേണ്ടി മത്സരമാണ്. കൊടുക്ക് പൂ കൊടുക്ക്. എന്തായാലും ആ ഒരു പൂങ്കൃതി കാമന് പൂ കൊടുക്കാൻ ഇത്രയും പൂക്കളുള്ള ഒരു പൂങ്കാവനത്തിലേക്കാണല്ലോ ഈ എന്തായാലും നല്ലൊരു പൂവായിട്ടുണ്ട്. കൊടുത്ത പൂവും കിട്ടിയ പൂവും ചൂടിയ പൂവും വാടിയ പൂവും ഒക്കെ നന്നായിട്ടുണ്ട്. ഇയാൾക്ക് കാര്യമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട്. മൂക്കില്ല രാജ്യത്ത് മുറിമക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെയാണ് ഇയാളുടെ ഒരു അവസ്ഥ. സംഘപരിവാറിന് ഇയാൾ നല്ല തകരാറുള്ള ഒരാളെ കിട്ടിയ സമയത്ത് സംഖ്യകളും അവരുടെ ഒരു തകരാറ് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ് ഇവർ. ഇതിപ്പോൾ ഒരു ഇലക്ഷന് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥീൻ്റെ ഒരു കഥയാണ് ഈ കാണുന്നത്. ഇയാൾ ഇലക്ഷന് മത്സരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾ പട്ടാഭിഷേകം നടത്താൻ നിൽക്കുക. ഇയാൾ തൃശ്ശൂരിലുള്ളവരൊക്കെ പ്രജകളാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയില്ല. എന്തോ ഒരു തകരാറുള്ള ഒരു സമൂഹം തന്നെ വാർത്തെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു തകരാറുള്ള ആളുകൾക്ക് ഈ ഒരു തകരാറുള്ള ഗോപി, പിന്നെ എന്തോ പെണ്ണുങ്ങളൊക്കെ പൂ കൊടുക്കാം. പൂ കൊടുക്കും. പൂ കൊടുത്തിട്ട് പൂവിലേക്ക് പൂ കൊടുത്തോളി. പൂ കൊടുത്തിട്ട് ഞാനൊന്നും പറയണില്ല. ഞാൻ ഉദ്ദേശിച്ച പൂ തന്നെ കേട്ടോ. താമര, ആമ്പൽ, ഓടപ്പൂ, പിച്ചിപ്പൂ ഇതൊക്കെ കയ്യിലൊക്കെ ആക്കി കൊണ്ടുവന്നില്ലേ, ആ ഒരു പൂ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓരോരോ അവസ്ഥ അല്ലേ. ശരിക്കും ഇവർക്കൊക്കെ ഭ്രാന്തായതാണോ, അല്ലെങ്കിൽ ഇതൊക്കെ കാണണം നമുക്ക് ഭ്രാന്തായതാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും എന്താണ് ഇവരെ തകരാറെന്നുള്ളത്, ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇത് ചികിത്സയുള്ള ഒരു അസുഖമാണോ എന്നുള്ളതൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. പിന്നെ അതുപോലെ തന്നെ മാനസിക രോഗ വിദഗ്ധരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റ്, ഇതെന്താണ് ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ദയവേത് കമൻറ്റ് ചെയ്യണം.